പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നമുക്ക് കേട്ടറ്റിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവരെയും കൃത്യമായ സ്വാഗതം. പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സിലബസ് കൃത്യമായി അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. നമുക്കിന്ന് ഒരു പുതിയ സെഷനിലേക്ക് പോകേണ്ടതുണ്ട്. വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇപ്പോൾ സിലബസിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും ആൽപോർട്ടിൻ്റെയും 2 വ്യക്തിത്വ സിദ്ധാന്തങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഗോർഡൻ ആൽപോർട്ട് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ട്രൈറ്റ് തിയറി, സവിശേഷക സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു പരീക്ഷയിലും ഈ ട്രൈറ്റ് അല്ലെങ്കിൽ സവിശേഷക സിദ്ധാന്തം നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്താണ് ഈ സവിശേഷകം അല്ലെങ്കിൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ? ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത, നമ്മുടെ വികാരം, നമ്മുടെ പെരുമാറ്റം, ഇതിലൊക്കെ കൃത്യമായി കാണുന്ന, പ്രകടമാകുന്ന സ്ഥിരമായിട്ടുള്ള സവിശേഷതയാണ് ട്രൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബേസിക് യൂണിറ്റാണ്, ബേസിക് യൂണിറ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റിനെയാണ് നമുക്ക് എന്ത് പറയാം, ട്രൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരാൾ സത്യസന്ധനാണ്, അയാൾ നല്ല സൗഹൃദമുള്ള ആളാണ്, നല്ല ധൈര്യവാനാണ്, എപ്പോഴും ശാന്തനാണ്, ഏകാഗ്രിയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു വ്യക്തിയെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പോലും ഒരേ രീതിയിൽ പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന സ്ഥിരതയുള്ളതായിട്ടുള്ള സ്വഭാവ ഗുണമാണ് ട്രൈറ്റ് എന്ന് പറയുന്നത്. ആൽപോർട്ട് പറയുന്നത് വ്യക്തിത്വം എന്ന് പറയുന്നതിന് 3 സവിശേഷതകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ സവിശേഷത കൺസിസ്റ്റൻസി ഇൻ ബിഹേവിയർ ആണ്, പെരുമാറ്റത്തിലെ സ്ഥിരത. രണ്ടാമത്തേത് ഹോൾനെസ് ആണ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ്നെസ് ആണ്, എല്ലാ ഘടകങ്ങളും ഉൾച്ചേർന്നിട്ടുള്ള സവിശേഷത. മൂന്നാമത്തേത് യുണീക്ക്നെസ് ആണ്, തനിമ സ്വഭാവമുള്ളതാണ്. അതായത് ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് എന്നർത്ഥം. അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ സവിശേഷങ്ങളിലും അവൻ്റെ രീതികളിലും ഒക്കെ ഓരോ വ്യക്തിയും വ്യത്യസ്തമായിരിക്കും, വ്യക്തിനിഷ്ഠമായിരിക്കും, യുണീക്കായിരിക്കും. അത് മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നായിരിക്കും. എന്നിട്ട് ആൽപോർട്ട് പറയുന്ന ഒരു നിർവചനമുണ്ട്. പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനമിക് ഓർഗനൈസേഷൻ ഓഫ് psychophysical systems that determine an individual's unique behavior. 3 കാര്യമാണ്. ഡൈനമിക് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ചേഞ്ച് ആയിരിക്കും, എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഡെവലപ്പിംഗ് ആണ്, ചേഞ്ചിങ് ആൻഡ് ഡെവലപ്പിംഗ് ആണ് ഈ ഡൈനമിക് എന്ന് പറയുന്നത്. നമ്മുടെ നിലവിലുള്ള വ്യക്തിത്വം അങ്ങനെയാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അത് വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത് സൈക്കോ ഫിസിക്കൽ സിസ്റ്റംസ് ആണ്. സൈക്കോ ഫിസിക്കൽ എന്ന് പറയുന്നത് ബോഡിയും മൈൻഡുമാണ്, മനസ്സും ശരീരവും ഒക്കെ ഉൾച്ചേർന്നിട്ടാണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നർത്ഥം. മൂന്നാമത് യുണീക്ക് ബിഹേവിയർ ആണ്. അതോട് യുണീക്ക് ബിഹേവിയർ വിത്ത് ദി എൻവയോൺമെന്റ് ആണ്. പരിസ്ഥിതിയുമായിട്ട് സമരസപ്പെടുമ്പോൾ അതിൽ വ്യതിരക്തതയുണ്ടാവും. അപ്പം ചലനാത്മകത ഡൈനമിക്, സൈക്കോ ഫിസിക്കൽ മനസ്സും ശരീരവും, മൂന്നാമത് യുണീക്ക്നെസ് ആണ് തനിമ. ഇത് 3 കൂടി ചേർന്നതിനെയാണ്, തീരുമാനിക്കുന്നതിനെയാണ് പേഴ്സണാലിറ്റി എന്ന് ഗോർഡൻ ആൽപോർട്ട് പറയുന്നത്. ഇത് ആൽപോർട്ട് പറയുന്ന ഒരു സംഭവം, ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലും രീതികളിലുമൊക്കെ കാണപ്പെടുന്ന ഈ ട്രൈറ്റുകൾ എന്താണ്? പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന ടേമുണ്ട്. പേഴ്സണൽ ഡിസ്പൊസിഷൻ. ആ പേഴ്സണൽ ഡിസ്പൊസിഷൻ അനുസരിച്ച് എന്താണ്? ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി ഉള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പോലും ഒരേ രീതിയിൽ പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള ഒരു പ്രവണതയാണ് പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അയാളുടെ ഇന്റേണൽ കോറാണ്. ഇപ്പൊ നോക്കൂ, അദ്ദേഹം പറയാണ്, ട്രൈറ്റുകൾ പറയാണ്, അപ്പം നമുക്ക് എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും
അയാൾ അയാളാണ്, അദ്ദേഹം അദ്ദേഹമാണ് എന്ന് പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ഏറെക്കുറെ സവിശേഷതകളാണ് എന്നർത്ഥം. ഒരു പ്രധാനപ്പെട്ട സവിശേഷതകൾ അദ്ദേഹം പറയുന്നത് ഒന്ന് കാർഡിനലാണ്, മുഖ്യ സവിശേഷകൾ എന്നാണ് അതിൻ്റെ മലയാളം. രണ്ടാമത്തെ സെൻട്രലാണ്, സെൻട്രൽ എന്ന് പറയുന്നത് കേന്ദ്ര സവിശേഷത എന്ന് പറയാം. മൂന്നാമത് സെക്കൻഡറി ആണ്, സെക്കൻഡറി എന്ന് പറയുന്നത് രണ്ടാം നിര സവിശേഷത, അല്ലെങ്കിൽ നമുക്കതിനെ ദ്വിതര സവിശേഷത എന്ന് പറയാം. അപ്പോൾ 3 സവിശേഷതകളാണുള്ളത്. ഒന്ന് കാർഡിനൽ മുഖ്യം, 2 സെൻട്രൽ കേന്ദ്രം, മൂന്നാമത് സെക്കൻഡറി രണ്ടാം നിര. എന്താണ് കാർഡിനൽ? ഈ ആൽപോർട്ട് കാർഡിനലിന് വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്ന സവിശേഷതയാണ്. അദ്ദേഹത്തിന്റെ സവിശേഷക സിദ്ധാന്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർഡിനൽ എന്നുള്ളത്. നോക്കൂ, ഒന്ന് ഡൊമിനന്റ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ എന്ത് കാര്യം അയാൾ ചെയ്താലും അതിന് ആ ക്വാളിറ്റി ഉണ്ടാവും. ഇടപെടുന്നതിൽ, സംസാരിക്കുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ, അദ്ദേഹം ലോകത്ത് അറിയപ്പെടുന്നതിലൊക്കെ ആ സവിശേഷക പ്രാധാന്യം അദ്ദേഹത്തിനുണ്ടായിരിക്കും. അങ്ങനെ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ കോറായിട്ടുള്ള ട്രൈറ്റിനെയാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് ആര് വിളിച്ചത്? ആൽപോർട്ട് വിളിച്ചത്. പിന്നെ റയർ ആയിരിക്കും, എല്ലാവരും അത് ഉണ്ടാവില്ല, അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. ആ ഉള്ളതോ വെരി പവർഫുൾ ആയിരിക്കും, നല്ല പവർഫുൾ ആയിരിക്കും, ഉള്ളത് ഭയങ്കരമായി സ്ട്രോങ് ആയിരിക്കും. പിന്നെ നോക്കൂ, അസോസിയേറ്റ് വിത്ത് പേഴ്സൺസ് നെയിം എന്നാണ്. അസോസിയേറ്റ് വിത്ത് പേഴ്സൺസ് നെയിം, ആ വ്യക്തിയുടെ പേരുമായിട്ട് ആ സവിശേഷതയ്ക്ക്, ആ സവിശേഷകത്തിന് എന്തുണ്ടാവും? അസോസിയേറ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ ഉദാഹരണം ഗാന്ധിജി, ഗാന്ധിജിയുടെ അഹിംസ, നോൺ വയലൻസ്. അതുപോലെ തന്നെ കാരുണ്യം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ മദർ തെരേസ ഒക്കെ പോട്ടെ. നമ്മൾ മലയാള സിനിമയിൽ തന്നെ ഇന്നസെന്റിനെയും ജഗതിയെയും മാമുക്കയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിരിയാണ് വരുന്നത്. കാരണം അവർ കൊമേഡിയനാണ്, അവർ മുഖ്യ സവിശേഷത കോമഡിയാണ്. അപ്പോൾ അതാണ് കാർഡിനൽ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സെൻട്രലാണ്. സെൻട്രലിന്റെ മലയാളം ഞാൻ നേരത്തെ പറഞ്ഞു, കേന്ദ്ര സവിശേഷത എന്നാണ് പറയുക. അതായത് ഒരു വ്യക്തിയെ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾക്കറിയുന്ന വ്യക്തിയെ പറ്റിയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും? അയാൾ വിവരിക്കാൻ വേണ്ടിയിട്ട് സത്യസന്ധനാണ്, അയാൾ ഉത്തരവാദിത്വ ബോധമുള്ളവനാണ്, അദ്ദേഹത്തെ നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്, അദ്ദേഹം ഒരു സ്വാർത്ഥനാണ്, പണം വല്ലാതെ ചെലവഴിക്കാത്ത ആളാണ്, ഇങ്ങനെ പലതും നിങ്ങൾ പറയില്ലേ? ഇങ്ങനെ നമ്മൾ 5, 6, 7, 8 കാര്യങ്ങൾ ഒരു വ്യക്തിയെ ഇങ്ങനെ ജനറലായിട്ട് പറയുന്നത് ആലോചിച്ച് നോക്കൂ. അതിനെയാണ് സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയാം. അപ്പോൾ അത് ബേസിക് ആണ്, ബേസിക് ട്രൈറ്റ് ആണ്. അത് ജനറലായിട്ട് നമുക്ക് പറയുന്ന കാര്യമാണ്. ഡിസ്ക്രൈബിങ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ നമുക്ക് വിശദീകരിക്കാൻ പറ്റിയതാണ്. യൂഷ്വലി 5 or 5 അതിലധികമോ വിശേഷതകൾ ഓരോരുത്തർക്കും ഉണ്ടാവും. നമ്മൾ ഇടപെടുന്ന, നമ്മൾ വർക്ക് ചെയ്യുന്ന, നമ്മൾ ഇരിക്കുന്ന, നമ്മുടെ കുടുംബമാവട്ടെ, വീടാവട്ടെ, സ്കൂളാവട്ടെ, എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള, പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയ കുറേ ജനറലായിട്ടുള്ള സവിശേഷതകളുണ്ട്. അത് മുഴുവൻ എന്താണ്? സെൻട്രലാണ്. അടുത്തത് സെക്കൻഡറിയാണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ രണ്ടാം നിരയാണ്. രണ്ടാം നിര എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഒരാളിൽ കാണപ്പെടുന്ന സവിശേഷതയാണ് രണ്ടാം നിര സവിശേഷത, അല്ലെങ്കിൽ ദ്വിതര സവിശേഷത എന്ന് പറയുന്നത്. അത് എപ്പോഴും അദ്ദേഹത്തിൽ ഉണ്ടാകുന്നതല്ല, കൺസിസ്റ്റന്റ് അല്ല, സ്ഥിരമായിട്ടുള്ളതല്ല, മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ സ്മോൾ റേഞ്ചാണ്, വലിയ റേഞ്ചിൽ ഉണ്ടാവില്ല, സ്മോൾ റേഞ്ചിൽ വല്ലപ്പോഴും കാണുന്നതാണ്. ലെസ് കൺസിസ്റ്റന്റ് ആണ്, എന്താണ്, സ്ഥിരമായിട്ട് അയാളുടെ വ്യവഹാരങ്ങളിൽ കാണുന്നതല്ല. പിന്നെ പ്രിഫറൻസ് ആണ്, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനോഭാവത്തിലോ അദ്ദേഹത്തിന്റെ പ്രിഫറൻസിലൊക്കെ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, വല്ലപ്പോഴും വരുന്ന മാറ്റങ്ങളൊക്കെ കാണാം. അപ്പം സെക്കൻഡറി ട്രൈറ്റ് മീൻസ് ഇറ്റ് ഓൾവേസ് അപ്പിയേഴ്സ് ഓൺലി ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻ, പ്രത്യേക സാഹചര്യങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷതയാണ് രണ്ടാം നില. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ് കാർഡിനൽ ട്രൈറ്റ്. കാർഡിനൽ ട്രൈറ്റ് ഉദാഹരണത്തിന് ചോദിക്കും, മദർ തെരേസ കാരുണ്യം, അഡോൾഫ് ഹിറ്റ്ലർ ഹിംസ,
അതേപോലെ മഹാത്മാഗാന്ധി, അഹിംസ, ഇതൊക്കെ ആ സവിശേഷകം അറിയപ്പെട്ടത് ആ വ്യക്തിയുടെയാണ്. അതാണ് ഇറ്റ് ഈസ് ഓൾവേസ് അസോസിയേറ്റിംഗ് വിത്ത് പേഴ്സൺസ് നെയിം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്താണ് അദ്ദേഹത്തിൻ്റെ കീ പോയിന്റ്സുകളുണ്ട്. ഒന്ന് പേഴ്സണൽ ഡിസ്പൊസിഷൻ ആണ്, രണ്ട് പ്രോപ്രിയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോസൈറ്റിക് ആണ്, ഒരു ഇന്റേണൽ ആയുള്ള ട്രൈറ്റ് ആണ്, പ്രെഡിക്റ്റബിൾ ആണ്, യുണീക്കാണ്. അയാൾ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ഡിസ്പൊസിഷനിൽ വരുന്നതാണ്. അയാളുടെ യുണീക്നെസ് മറ്റു വ്യക്തികളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഇടപെടലിലുള്ള വ്യതിരക്തത നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ഡിസ്പൊസിഷൻ ആണ്. അതാണ് നേരത്തെ പറഞ്ഞ കാർഡിനൽ, അതാണ് സെൻട്രൽ, അതാണ് സെക്കൻഡറി. അയാളിൽ ഉണ്ടാകുന്ന പേഴ്സണൽ ഡിസ്പൊസിഷൻ അനുസരിച്ചാണ് കാർഡിനലും സെൻട്രലും സെക്കൻഡറിയും ഒക്കെ ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്റേണൽ ട്രൈറ്റ് ആണ്. ഓക്കെ, ഇത് നോക്കൂ. ഇനി അടുത്തത് പ്രോപ്രിയമാണ്. പ്രോപ്രിയം ഒരു ടേം ആണ്, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരാണ് ഈ പ്രോപ്രിയം എന്ന ടേം മനഃശാസ്ത്രത്തിൽ അവതരിപ്പിച്ചത്? അതായത് ഒരു വ്യക്തിത്വത്തിന്റെ അകക്കാമ്പ്, കോർ ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡൈനമിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പ്രോപ്രിയമായിരിക്കും. പ്രോപ്രിയത്തിനെ ആൽപോർട്ട് പറയുന്നത് എന്താ വെച്ചാൽ അത് സെൽഫ് ഓഫ് വൺനെസ് ആണ്. നാം ആരാണ്, നമ്മൾ ആരാണ്, സെൻസ് ഓഫ് ഐ ഓർ മീ, സ്വത്വമാണ്, നമ്മുടെ അഹമാണ്. അതിനെയാണ് പ്രോപ്രിയം എന്ന് വിളിച്ചത്. അതായത് നമ്മൾ എവിടെ പോയും നമ്മളായിരിക്കുമല്ലോ, അതിനെ പ്രോപ്രിയം എന്നാണ് ആൽപോർട്ട് വിളിച്ചിട്ടുള്ളത്. അവൻ പേഴ്സണൽ ഡിസ്പൊസിഷൻ, പ്രോപ്രിയം, കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്, ഈ ട്രൈറ്റ് തിയറികൾ മുഴുവൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? ആൽപോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മുടെ ചിന്തകളിലും നമ്മുടെ വികാരങ്ങളിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു സവിശേഷത, ആ സവിശേഷതയാണ് ട്രൈറ്റ് എന്ന് പറയുന്നത്. തിരിച്ചറിയാൻ കഴിയുന്ന സവിശേഷതയാണ് ട്രൈറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൽ പറയേണ്ട ഒരു കാര്യം, സിഗ്മണ്ട് ഫ്രോയിഡും ആൽപോർട്ടും തമ്മിൽ താരതമ്യം ചെയ്താൽ, ഇവരുടെ സിദ്ധാന്തങ്ങൾ താരതമ്യം ചെയ്താൽ നമ്മൾ ആൽപോർട്ടിനെ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഈ സിഗ്മണ്ട് ഫ്രോയിഡ് നിങ്ങൾക്കറിയാം, വ്യക്തിത്വം അദ്ദേഹം നിർവചിച്ചപ്പം അദ്ദേഹം മനസ്സിന് 3 മാനസിക തലങ്ങളുണ്ട് എന്ന് പറയുകയും അതിൽ ആ മനസ്സിൻ്റെ അഗാധമായ തലം അബോധ മനസ്സാണ്, അൺകോൺഷ്യസ് മൈൻഡാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പഴയ കാലത്ത് ഭൂതകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ തീക്ഷ്ണതകൾ എടുത്തു വച്ചിരിക്കുന്ന അബോധ മനസ്സിലുണ്ടാകുന്ന ദമനം ചെയ്യപ്പെട്ട അബോധ മനസ്സിൻ്റെ വ്യാഖ്യാനത്തിലൂടെയാണ് ഈ ഫ്രോയിഡ് തൻ്റെ സിദ്ധാന്തങ്ങളെ മൊത്തം കൊണ്ടുവന്നത്. അൺകോൺഷ്യസ് മൈൻഡാണ്. എന്നാൽ ആൽപോർട്ട് അൺകോൺഷ്യസിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, കോൺഷ്യസിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പ്രസന്റിലാണ് അദ്ദേഹം. ഈ പ്രസന്റിൽ ഇൻഡിവിജ്വൽ എങ്ങനെ, അത് വെച്ചുകൊണ്ടാണ് ആൽപോർട്ട് തൻ്റെ ഈ ട്രൈറ്റ് തിയറി വിശദീകരിച്ചത്. പിന്നെ യൂണിവേഴ്സൽ സ്റ്റേജസ് ആണ്. ലോകത്തുള്ള എല്ലാവരുടെയും സ്റ്റേജസ് ആണ് കൃത്യമായിട്ട് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫ്രോയിഡ്. എന്നാൽ ഇൻഡിവിജ്വൽ യൂണീക്നെസ്, ഓരോ വ്യക്തിയുടെയും വ്യതിരക്തമായ കാര്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആൽപോർട്ട് തൻ്റെ സിദ്ധാന്തം ട്രൈറ്റ് തിയറി ആവിഷ്കരിച്ചത്. അതുമാത്രമല്ല അദ്ദേഹം പ്രസന്റ് എക്സ്പീരിയൻസിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പരീക്ഷയ്ക്ക് സാധാരണ ഉണ്ടാവാറുള്ളത് ആൽപോർട്ടിൻ്റെ ട്രൈറ്റ് തിയറിയുടെ ഉദാഹരണങ്ങൾ തരും. അപ്പോൾ സത്യസന്ധനാണ്, സൽസ്വഭാവിയാണ്, ഉത്തരവാദിത്ത ബോധമുള്ളവനാണ് എന്നിങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് സാമാന്യമായി വിശദീകരിക്കുകയാണെങ്കിൽ അത് ഏതിന് ഉദാഹരണമാണ്? സെൻട്രൽ ട്രൈറ്റാണ്. ഒരാളുടെ എല്ലാ സവിശേഷതകളും ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, അതിന് മാത്രം പ്രാധാന്യം നൽകുകയാണെങ്കിൽ അതിനെന്താണ് പറയുക? കാർഡിനൽ ട്രൈറ്റ് എന്നാണ് പറയുക. വല്ലപ്പോഴും ഒരാളിലുണ്ടാകുന്ന വ്യവഹാരത്തിലെ മാറ്റം ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കാണപ്പെടുകയാണെങ്കിൽ അത് സെക്കൻഡറിയാണ്. ഈ 3 ട്രൈറ്റുകൾ എന്നുകൊണ്ടാണ് കൂടുതലും ചോദ്യം വരാറുള്ളത്. അപ്പോൾ ട്രൈറ്റ്, കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി, പ്രോപ്രിയം, പേഴ്സണൽ ഡിസ്പൊസിഷൻ, ഈ ടേമുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ നിങ്ങൾ ക്ലാസ്സുകളും
ഇതുപോലെ സെഷൻസ് വന്ന് കൂടുതൽ നിങ്ങൾ സ്റ്റേ ചെയ്യുക. അങ്ങനെ കൂടുതൽ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നമ്മുടെ ആശയത്തെ, ആ കോൺസെപ്റ്റിനെ കൃത്യമായിട്ട് ഉറപ്പിക്കണം. എല്ലാവർക്കും ഇനി അടുത്തൊരു സെഷൻ ഉണ്ടാകുന്നതിലേക്കും നന്ദി.